ഗ്രാമീണ മേഖലയിൽ പാവപ്പെട്ടവർക്ക് ആശ്വാസമായ പദ്ധതികളിലൊന്നായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ഉറപ്പിച്ച് കേന്ദ്ര സർക്കാർ. അതിനെതിരെ ചെറുവിരൽ അനക്കാതെ കോൺഗ്രസ് നേതൃത്വവും. കേന്ദ്ര സർക്കാരിൻ്റെ ദ്രോഹ നടപടികൾ മൂലം MGNREG പദ്ധതി തന്നെ അത്യാസന്ന നിലയിലായിരിക്കുകയാണ്. അനാവശ്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാണ് തകർക്കുവാനുള്ള വഴിയൊരുക്കുന്നത്. ബാബറി മസ്ജിദ് ജാംബുവാൻ്റെ കാലത്തെ കാര്യമെന്ന് പറയുന്ന സുധാകരനും സതീശനും UPA സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതിയോട് ഇഷ്ടം തോന്നുമെന്ന് കരുതേണ്ട കാര്യമില്ല. ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു ജനക്ഷേമ പദ്ധതി രാജ്യത്തെ ഭരണകർത്താക്കൾ രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ ബോധപൂർവം പരാജയപ്പെടുത്തുകയാണ്. ഓരോ കാരണങ്ങൾ കണ്ടെത്തി പാവങ്ങളെ പദ്ധതിയിൽ നിന്ന് വെട്ടിനീക്കുകയാണ് മോദിയും സംഘപരിവാറും. തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരല്ല, മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന പട്ടിണി പാവങ്ങൾ എന്നത് തന്നെയാണ് ഫാസിസ്റ്റ് പാർട്ടിയുടെ വിരോധത്തിന് കാരണം. ഏറ്റവും ഒടുവിൽ സജീവ തൊഴിലാളികളെ വെട്ടിമാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. CPM കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടികൾക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. പദ്ധതിയുടെ ഭാഗമായി തുടർച്ചയായി 3 വർഷമെങ്കിലും സ്ഥിരമായി തൊഴിൽ നേടിയവരെയാണ് സജീവ തൊഴിലാളികളായി കണക്കാക്കുന്നത്. അങ്ങനെയുള്ള 84.8 ലക്ഷം പേരെയാണ് ഇക്കൊല്ലം പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയത്. രാജ്യവ്യാപകമായി പദ്ധതി നടപ്പാക്കിയതോടെ വടക്കേന്ത്യൻ ഗ്രാമങ്ങൾ പട്ടിണിയുടെ പിടിയിൽ നിന്ന് കുതറിമാറുന്നതും കണ്ടു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വനിതകൾ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് നീങ്ങുന്നതിനും പദ്ധതി കാരണമായി. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന നിലയിൽ വിജയകരമായി നടപ്പിലാക്കിയ ഒന്നാണിത്. കായികാധ്വാന ശേഷിയുള്ള ഏതൊരാൾക്കും വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ അവകാശമാക്കുന്ന നിയമനിർമ്മാണമാണ് ഇതിനായി 2005 പാർലമെൻറ്റ് പാസാക്കിയത്. 2006 200 ജില്ലകളിലും 2008 രാജ്യം മുഴുവനും പദ്ധതി നടപ്പിലാക്കി. 2014 നിലവിൽ വന്ന NDA സർക്കാർ തുടക്കം മുതലേ ഈ പദ്ധതിയോട് ഒട്ടും താല്പര്യമില്ലാത്ത സമീപനമാണ് പുലർത്തിയത്. അത് തന്നെയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണവും. മോദിയുടെ രാഷ്ട്രീയ പകയിൽ ശോഷിക്കുന്നത് രാജ്യത്തെ അസംഖ്യം ദരിദ്രർക്ക് തുണയേകാൻ കെൽപ്പുള്ള ഒരു സംരംഭമാണ്. ക്രമക്കേടുകൾ പരിഹരിക്കാൻ എന്ന പേരിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ ഒട്ടേറെ തൊഴിലാളികൾക്ക് പദ്ധതി അപ്രാപ്യമാക്കുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ടത്. ലൊക്കേഷൻ സഹിതമുള്ള ചിത്രത്തോടെ ഹാജർ രേഖപ്പെടുത്തുന്നതിന് ഏർപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനം മാത്രം മതി ക്രൂരത മനസ്സിലാക്കാൻ. ഇന്ത്യയിൽ പലയിടങ്ങളിലും ബഹുഭൂരിപക്ഷം ഗുണഭോക്താക്കളും ഡിജിറ്റൽ സാക്ഷരതയില്ലെന്നും ഇൻ്റർനെറ്റ് ലഭ്യതയുടെ പ്രശ്നങ്ങളും ഈ സംവിധാനത്തെ സങ്കീർണമാക്കി. ആധാർ അധിഷ്ഠിത വേതന വിതരണ സംവിധാനം കർക്കശമാക്കിയതോടെ 6.73 കോടി തൊഴിലാളികളാണ് പുറത്തായത്. പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 27.4% വരുമിത്. ജോലി ചെയ്യാത്തതോ തട്ടിപ്പ് നടത്തിയതോ അല്ല കാരണം. പല രേഖകളും ഓൺലൈനിൽ സമയത്ത് നൽകാൻ കഴിയാതെ പോയതാണ് പാവങ്ങളെ വെട്ടിമാറ്റിയതിന് കാരണം. രാജ്യത്തെ അതിദരിദ്രരുടെ ക്ഷേമത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയെ തകർക്കുന്ന സമീപനം മോദി ഭരണത്തിൻ്റെ ഹൃദയശൂന്യതയുടെ അടയാളമായിട്ടാകും ഗ്രാമീണ ഇന്ത്യ വിലയിരുത്തുക. ഈ നീക്കത്തിനെ പിന്തുണയ്ക്കുന്ന സുധാകരനെയും സതീശനെയും എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം കേരള ജനതയ്ക്കുണ്ട്.